ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ ശപിക്കുമ്പോൾ, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി വിടുമ്പോൾ ശാപം കൊടുത്ത കൂട്ടത്തിൽ ഭൂമി നിനക്ക് മുള്ളും പറക്കാരെയും ജനിപ്പിക്കും എന്നൊരു വചനഭാഗമുണ്ട്. മുള്ളും പറക്കാരെയും. അതിനെക്കുറിച്ച് നമ്മൾ എന്താണെന്ന് ചിന്തിക്കാൻ പോകുകയെന്ന് നമുക്കൊരു വാക്യം വായിച്ചു തുടങ്ങാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അധീനമാക്കുവിൻ, സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തെ പക്ഷികളുടെ മേലും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവജാലങ്ങളുടെയും മേൽ വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഈ വാഴുക എന്ന് പറയുന്നത് ഒരു അധികാരം എടുക്കുക എന്നതിനർത്ഥം. അത് ഭൂമിയിൽ മനുഷ്യരുടെ എല്ലാം മേലുള്ള ഒരു സ്വഭാവമാണ്. ദൈവം പറഞ്ഞു, ദൈവത്തിൻ്റെ അനുഗ്രഹമായിരുന്നത്. ഇങ്ങനെ അവരെ ദൈവം അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന സമൃദ്ധി ഉള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അധീനമാക്കുവിൻ. അത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. ഈ കുടിയേറ്റങ്ങളുടെ എല്ലാം ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സമുദ്രത്തിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പക്ഷികളുടെയും ഭൂമിയിൽ ചലിക്കുന്ന സകല ജീവികളുടെയും മേൽ വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഇതായിരുന്നു അനുഗ്രഹം. ഈ അനുഗ്രഹം ഇവരെ ഏദൻ തോട്ടത്തിലാക്കിയപ്പോഴും ദൈവവചനം അനുസരിച്ചപ്പോഴും വരെ അങ്ങനെയായിരുന്നു. എന്നാൽ 2:15 വായിച്ചേ. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ സമയത്ത് ഏദൻ തോട്ടത്തിൽ വേല ചെയ്യാനും കാപ്പാനും എന്ന് മാത്രമാണ് എഴുതിയേക്കുന്നതെങ്കിൽ ശാപം കിട്ടിയ സമയത്ത് 3:23 വായിച്ചേ. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ കൊടുത്ത ശാപമാണ് 3:17, 18, 19. നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. മണ്ണിൽ നിന്ന് നിന്നെ എടുത്തു, അതോടെ വായിച്ചോളെ. നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. കണ്ടോ, ആദ്യമേ പറഞ്ഞിരുന്നത് യഹോവയായ ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുന്നതിനും അതിനെ പരിപാലിക്കുന്നതിനുമാക്കി. 2 കാര്യമേ ഉള്ളൂ. തോട്ടം ഒന്ന് സൂക്ഷിച്ചോണം, അത്യാവശ്യം വല്ല വേലയുണ്ടെ ചെയ്തോണം. കൃഷിയെല്ലാം ദൈവം ചെയ്തു വെച്ചിരുന്നു. ശാപം വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിൻ്റെ ഭാര്യയുടെ വാക്ക് കേൾക്കുകയും തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകയും ചെയ്തു. നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിൻ്റെ ആയുഷ്കാലം മുഴുവൻ കഷ്ടതയിൽ നിന്ന് തന്നെ ഉപജീവനം നടത്തും. അത് നിനക്കായി മുള്ളും ചെരിഞ്ഞിലും മുളപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. അപ്പോൾ സത്യവേദ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് മുള്ളും പറക്കാരെയും ജനിപ്പിക്കുമെന്ന. NIV ബൈബിളിൽ മുള്ളും ഞെരിഞ്ഞിലും എന്ന് എഴുതിയേക്കുന്നത്. പിന്നെ POC ബൈബിളിൽ മുള്ളും മുൾച്ചെടികളെന്നും എഴുതിയേക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പറക്കാര, മുൾച്ചെടി, ഞെരിഞ്ഞൽ? നമ്മൾ മനസ്സിലാക്കും ഇതെല്ലാം ഒരു വൃക്ഷമാണ്, കായാണെന്ന്. ഇനി മുള്ളെന്താണ്? മുള്ളെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കുത്തിക്കയറിയാൽ വേദന എടുക്കുകയും രക്തം വരികയും പഴുക്കുകയും വിഷം വ്യാപരിക്കുകയൊക്കെ ചെയ്യുന്ന മൂർച്ചയുള്ള സസ്യഭാഗം എന്തോ അത് മുള്ളം. ഇപ്പോൾ പറക്കാരെന്ന് പറഞ്ഞാൽ എന്നാ? ചില ബൈബിൾ പറഞ്ഞത് ഞെരിഞ്ഞിൽ പറക്കാരെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഡിക്ഷണറി അർത്ഥം നമ്മൾ നോക്കുമ്പം കാരമുള്ള, മുൾച്ചെടി, ഇഞ്ചമുള്ള എന്നൊക്കെയാണ്. എന്നാൽ ഇതിനകത്ത് എന്താ കുഴപ്പം? ഈ മുള്ളിനകത്ത് പെട്ടാൽ പറക്കാര, അത് കാരമുള്ളതാണ്, അല്ല ഇഞ്ചമുള്ളതാണ്, മുൾച്ചെടി എന്നാണെങ്കിൽ അനങ്ങിയ മുറിയും, ചോര വരും, വേദനയെടുക്കും, ബലമായി നീങ്ങിയ വസ്ത്രം കീറിപ്പോവും, നഗ്നത വെളിപ്പെടും. അപ്പോൾ ഇതെന്താണ് ഈ പറക്കാര എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിൻ്റെ പ്രായോഗിക ജീവിതത്തിലെ അർത്ഥം അത് തമിഴ് ബൈബിളിലാണ് കറക്റ്റ് കിടക്കുന്നത്. അത് എഴുതിയേക്കുന്നത് മുള്ളും കുരുക്കുകളും എന്നാണ് എഴുതിയേക്കുന്നത്. മുള്ളും കുരുക്കുകളും. കുരുക്ക് എന്നതാണ്
ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം കുരുക്ക് മുറുകിയ വസ്ത്രം കീറും, നഗ്നത വെളിപ്പെടും. അപ്പം നഗ്നത എന്താണെന്ന് നമ്മൾ വചനത്തിലൊന്ന് നോക്കണം. ഉൽപ്പത്തി പുസ്തകം 3:10 വായിച്ചേ. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ആ ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. ആ അത് നഗ്നനായതുകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചെന്നാണ് പറഞ്ഞത്. പക്ഷെ 3:7 വായിച്ചേ. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്ന് ആ തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടെ ഉണ്ടാക്കി. ആ അത്തിയല കൂട്ടിത്തുന്നി അരയാടെ ഉണ്ടാക്കിയപ്പോൾ നഗ്നത മറഞ്ഞു. എങ്കിലും 3:10 അവർ പറഞ്ഞു ഞങ്ങൾ നഗ്നരായതുകൊണ്ടാണ് ഞങ്ങൾ ഒളിച്ചെന്ന്. അപ്പോൾ വസ്ത്രത്തിൻ്റെ പേരിലുള്ള നഗ്നതയല്ല ഇവിടെ പറയുന്നത്, മറ്റെന്തോ. ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന നഗ്നതയും ദൈവവചനം ഉദ്ദേശിക്കുന്ന നഗ്നതയും രണ്ടും രണ്ടാണ്. ഉൽപ്പത്തി 3:8 വായിച്ചേ. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. നമ്മൾ മുന്നൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞു ഇത് മനുഷ്യരാണ്, വൃക്ഷങ്ങൾ കൈകൊട്ടുന്നു എന്നൊക്കെ ഒരു വചനഭാഗം നമ്മൾ കണ്ടിട്ട് നമ്മൾ അന്ന് പറഞ്ഞു ഈ വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യരാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ സമയത്താണ് വീഡിയോ കാണാൻ തുടങ്ങുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ 1 തൊട്ട് വീഡിയോകൾ കിടക്കുന്നുണ്ട്. ഓരോ വീഡിയോകൾ ഓർഡറായി ചെയ്തു വന്നതാണ്. ചില കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയി കാണണം എന്ന് ഞങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്നും ആരെങ്കിലും വൃക്ഷങ്ങൾക്കിടയിൽ മനുഷ്യർക്കിടയിൽ മറയുന്നുണ്ടെങ്കിൽ അവരെ പിന്തുടരുന്ന ഈ ശാപത്തെക്കുറിച്ചാണ് പറയണ്ടേ. ഈ മറയുന്ന എവിടെയാണെന്ന് നോക്കിയേ. ചില കേസുകൾ ബിസിനസ് ചിലത് കുരുക്കായി മാറും, ചില കല്യാണങ്ങൾ കുരുക്കായി മാറും, ചില വ്യക്തിബന്ധങ്ങൾ കുരുക്കായി മാറും, ചില ബാങ്ക് ഇടപാടുകൾ കുരുക്കായി മാറും. ഇതെല്ലാം കഴുത്തി കുരുക്കാണെന്നറിയാതെ നമ്മൾ പോയി പെടും. പെട്ട് കഴിയുമ്പോൾ ലജ്ജ വെളിപ്പെടും. ഈ നഗ്നത ലജ്ജ വെളിപ്പെടുത്തുന്നതായ കാര്യങ്ങൾ ഇന്നുമുണ്ട്. യേശുവിൻ്റെ രക്തം വരുന്നത്, യേശുവിൻ്റെ ഭരണം ഈ ഭൂമി വരുന്നത് വരെ ഈ ലജ്ജ കാണും. എന്ന് പറഞ്ഞാൽ നമ്മളിത് തിരിച്ചറിയരുതെന്ന് പിശാച് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കുരുക്കിൽപ്പെടുത്തുക എന്നാണ് ഈ പറക്കാരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില വ്യക്തിബന്ധങ്ങൾ ഫോണിൽ കൂടെ ഒരു കോള് വരുന്നതായിരിക്കും, നമ്മൾ അറിയാതെ കയറി പിടിക്കും. ദിവസങ്ങൾ കഴിയുമ്പോൾ അത് കുരുക്കായി മാറും. ചില ഫോട്ടോകൾ നമ്മൾ ചുമ്മാ തമാശന് ചെയ്യുന്നതായിരിക്കും, അവസാനം അത് കുരുക്കായി മാറും. ചില ബിസിനസ്സുകൾ, ചില സാഹചര്യങ്ങൾ ചുമ്മാ ലോകത്തിന് കൂട്ടത്തിൽ നിൽക്കുന്നതായിരിക്കും, അവസാനം അത് കുരുക്കായി മാറും. എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഈ കുരുക്കുകളെ ആണ് ദൈവവചനം ഉദ്ദേശിക്കുന്ന പറക്കാര. മുള്ളും പറക്കാരയും എന്ന് പറയുമ്പോൾ ഗ്രീക്ക് ബൈബിളിൻ്റെയും ഹീബ്രു ബൈബിളിൻ്റെയും ഒറിജിനൽ തർജ്ജിമയായ തമിഴ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് മുള്ളും കുരുക്കുകളും എന്നാണ്. നിനക്ക് മുറിവും ചതവും പരുക്കും ക്ഷീണവും നഗ്നതയും വെളിപ്പെടുത്തുന്ന കുരുക്കുകൾ. ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഒരു കുരുക്കിലാണോ? എൻ്റെ പ്രിയ സഹോദര സഹോദരി, താങ്കൾ ഒരു കുരുക്കിലാണോ? സാമ്പത്തികമായ കുരുക്കുണ്ടാകാം, ബാങ്കുകളുടെ കുരുക്കുണ്ടാകാം, കുടുംബ പ്രശ്നങ്ങളിലെ കുരുക്കുകളുണ്ടാകാം, വിവാഹത്തിലെ കുരുക്കുകളുണ്ടാവാം, ബന്ധങ്ങളിലെ കുരുക്കുകളുണ്ടാവാം, ബിസിനസ്സിലെ കുരുക്കുകളുണ്ടാവാം, കുടുംബജീവിതത്തിലെ കുരുക്കുകളുണ്ടാകാം, സഭാബന്ധനത്തിലെ കുരുക്കുകളുണ്ടാകാം. കുരുക്കുകളിലാണെങ്കിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞാനൊരു കുരുക്കിലാണല്ലോ ദൈവമേ, ഞങ്ങളൊരു കുരുക്കിലാണല്ലോ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഇതിനകത്ത് പെട്ടുപോയതാണല്ലോ. തുടക്കത്തിൽ ഇത് ഞങ്ങളെ മാടി വിളിച്ചു, ഞങ്ങൾ ഇതിനകത്ത് പെട്ടുപോയി. ബാങ്ക് ലോണുകൾ ആദ്യം ഞങ്ങൾ അക്കൗണ്ട് എടുത്തപ്പോൾ ബാങ്ക് മാനേജർമാർ ഞങ്ങളെ മാനിച്ചു. പിന്നീട് ഞങ്ങൾ കൃത്യമായി ചെറിയ തുകകൾ അടച്ചപ്പോൾ മാനിച്ചു. പിന്നീട് വലിയ തുകകൾ ലോൺ തന്നപ്പോഴും അവർ മാനിച്ചു. എന്നാൽ അടവിന് തടസ്സം വന്നപ്പോൾ അത് കുരുക്കായി മാറിയല്ലോ നാഥാ. ചില ബന്ധങ്ങൾ ഞങ്ങൾക്ക് തുടക്കത്തിൽ ചുമ്മാ തമാശായിരുന്നു, എന്നാൽ ഇന്നത് കുരുക്കായി മാറിയല്ലോ. ചില സഭകൾ തുടക്കത്തിൽ ഞങ്ങൾ വളരെ വളരെ ലാഘവത്തോടെ പോയി ചെന്നതാണല്ലോ, എന്നാൽ ഇന്നത് കുരുക്കായി മാറിയല്ലോ. ചില ബന്ധങ്ങൾ ഞങ്ങൾക്ക് തുടക്കത്തിൽ ഞങ്ങൾ ലാഘവത്തോടെ കൈകാര്യം ചെയ്തു, എന്നാൽ ഇന്നത് കുരുക്കായി മാറിയല്ലോ. കുരുക്കായി മാറിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. ദൈവത്തിൻ്റെ തീ തന്നെ ഇറങ്ങിയ കുരുക്കുകൾ അഴിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ഓരോരുത്തരിലും വ്യാപരിക്കുന്ന ആത്മീക കുരുക്കുകൾ തകരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ആ കുരുക്കുകളുടെ പുറകിലുള്ള പൈശാചിക ശക്തികൾ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ കലങ്ങി ഇളകി മറിയുന്ന കടലിൽ പോയി ചേരട്ടെ എന്ന് കൽപ്പിക്കുന്നു. വ്യക്തികൾ വിടുതലാകട്ടെ. ഈ ദിവസങ്ങളിൽ അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഇടയാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.